സാംസിൽ ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് MK667 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോമ്പൗണ്ടാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെപ്റ്റൈഡ് ടൈപ്പ് ഓഫ് ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കൈൻഡ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് MK667 എന്ന് പറയുന്നത്. അത് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ആന്റി ഏജിങ് പ്രോസസ്സിന് യൂസ് ചെയ്യാം, ഹെയർ ഹെൽത്തിന് ഗുണമായിട്ട് അത് പ്രവർത്തിക്കും. പിന്നെ അതുപോലെ തന്നെ മസിൽ ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്യാം, ഫാറ്റ് ബേൺ ചെയ്യാൻ യൂസ് ചെയ്യാം. നമ്മുടെ ഈ ഗ്രോത്ത് ഹോർമോൺ അതുപോലത്തെ സംഭവങ്ങൾ നമുക്ക് ഫാറ്റ് ബേണിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിയിലെ പല ടൈപ്പ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് പറയാനുള്ള IGF-1 ആണ്. IGF-1ന്റെ സ്റ്റിമുലേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് MK667 എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ സൈക്കിൾ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 to 20 mg/day ആണ് ഇതിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സൈക്കിൾ എന്ന് പറയുന്നത് 8 വീക്ക് സൈക്കിൾ ഓണും 8 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 2 വീക്സ് ഓഫ്, 2 ആഴ്ച ഗ്യാപ്പ് ഇട്ട് 8 വീക്ക് കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീക്കിൽ 2 days ഓണം 2 ദിവസം റെഗുലർ ആയിട്ട് കഴിക്കാം. അതുപോലെ തന്നെ 1 day നമ്മൾ ഗ്യാപ്പ് ഇട്ടും കഴിക്കാം. റെഗുലറായിട്ട് ഇത് വാരി വലിച്ച് തിന്നു കഴിഞ്ഞാൽ ഇതല്ല ഏത് സാധനമായാലും വാരി വലിച്ച് തിന്നു കഴിഞ്ഞാൽ മസിലൊന്നും ഉണ്ടാവില്ല. ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ സ്വയമേ തെറ്റിദ്ധരിക്കുകയോ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് മാറ്റിക്കോ. അപ്പോൾ ഇതിൻ്റെതായിട്ടുള്ള ആ ഒരു സൈക്കിൾ രീതിയിലൊക്കെ കഴിച്ചാൽ നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാം അടിച്ചു പോകും. പിന്നെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നിട്ടൊന്നും കാര്യമില്ല.